തിരുവനന്തപുരം നേമത്ത് 4ാം ക്ലാസ്സുകാരിയായ 9 വയസ്സുള്ള പെൺകുട്ടിക്ക് സംഭവിച്ചത് ഇതുവരെ വിശ്വസിക്കാനോ ഉൾക്കൊള്ളുവാനോ കഴിഞ്ഞില്ല. ജീവിതം മനുഷ്യന് പലതരത്തിലുള്ള പ്രയാസങ്ങൾ നൽകും. ഇത്തരം പ്രയാസങ്ങളിൽ ചിലരാകട്ടെ സ്വന്തം ജീവൻ പോലും വെടിയുന്ന അവസ്ഥയിലേക്ക് മാറും. പക്ഷേ അതെല്ലാം സാമാന്യം പക്വതയിലെത്തിയ ആളുകൾ ചെയ്തതായാണ് നമ്മൾ കണ്ടത്. എന്നാൽ 9 വയസ്സുള്ള അഹല്യ എന്ന നേമൻ സ്വദേശിയായ പെൺകുട്ടി ഇത്തരത്തിൽ സ്വന്തം വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് ആർക്കും വിശ്വസിക്കാനായിട്ടില്ല. വീട്ടിലെ ഫാനിൽ കുരുക്കിടാൻ എങ്ങനെയാണ് കഴിഞ്ഞത് എന്നുള്ള കാര്യവും ഇതുവരെ വിശ്വസിക്കാനാകാത്തത് കൊണ്ട് തന്നെ ഇതിൽ ദുരൂഹതയുണ്ടെന്നും ഒട്ടേറെ പേരുടെ അഭിപ്രായം. കൂടാതെ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലേക്ക് ഈ കുട്ടി മാറിയത് എന്നുള്ള കാര്യവും ഈ കാര്യം കേട്ടവരെയെല്ലാം ആശ്ചര്യപ്പെടുത്തുകയാണ് ചെയ്തത്. അമ്മ വഴക്ക് പറഞ്ഞതുകൊണ്ടാണ് കുട്ടി ഇത്തരത്തിലേക്ക് പോയത് എന്നുള്ള വാർത്തകൾ പിന്നാലെ വന്നു. കൂടാതെ അഹല്യ എന്ന 9 വയസ്സുകാരിയുടെ ഇളയ സഹോദരിയായ 1.5 വയസ്സുകാരിയോട് മാതാപിതാക്കൾ കൂടുതലായി സ്നേഹം കാണിക്കുന്നതും ഈ കുട്ടിയെ മാനസിക വിഷമത്തിലാക്കി എന്നുള്ള വാർത്ത. ഒരു 9 വയസ്സുകാരിയുടെ ഉയരം നമുക്ക് ഊഹിക്കാൻ മാത്രം തന്നെ ഉള്ളൂ. അത്രയും ഉയരമുള്ള ഫാനിലേക്ക് എങ്ങനെയാണ് കുട്ടി എത്തിയത് എന്നുള്ള ചോദ്യത്തിന് ടാബിളിൽ സ്റ്റൂള് കയറ്റിയാണ് കുട്ടി ഇത്തരത്തിൽ അവിടെ കുരുക്കിട്ടത് എന്നുള്ള വിശദീകരണങ്ങളും വന്നു. വീട്ടിൽ കുട്ടിയുടെ മുത്തശ്ശി മാത്രമായിരുന്നു. മുത്തശ്ശിയോട് മുട്ട പൊരിച്ചു തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ മുട്ട പൊരിച്ച് അഹല്യക്ക് കൊടുക്കാനെത്തിയപ്പോഴാണ് കുട്ടി ഇത്തരത്തിലൊരു കാര്യം ചെയ്തതായി കാണുന്നത്. വൈകുന്നേരം 4 മണിയൊക്കെ ആവും സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വന്നപ്പോഴത്തേക്ക് കണ്ടായിരുന്നു. സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ അതിനുശേഷം ഇന്ന് ഞാൻ ജോലിക്ക് പോയപ്പോൾ എൻ്റെ മോനാണ് വിളിച്ച് പറഞ്ഞത്, അമ്മ ഇങ്ങനെ ബാബച്ചി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞു. തൂങ്ങിയമ്മ അങ്ങനെ ആശുപത്രി കൊണ്ടുപോയിക്കുന്നത് ഒന്നും അറിയാൻ പറ്റിയില്ല. അപ്പോൾ എപ്പോഴും ആ കൊച്ചിൻ്റെ കഴുത്തിൽ ഷോള് കിടക്കും. അപ്പോൾ ഞാൻ പറഞ്ഞേട്ടാ അത് രണ്ടും ഇലത് മൂത്തും കൂടെ കളിച്ചോണ്ടെന്ന് അങ്ങനെ വല്ലതും ആയിരിക്കും. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും മോനെ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞില്ല, അമ്മ മരിച്ചു പോയെന്നാണ് പറയണത്. ലേഖ ചേച്ചി അവിടെ ഇല്ല, ഇപ്പം വന്നത് ലേഖ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ അമ്മ ഇപ്പം വന്നതേ ഉള്ളൂ, ശാന്തി മാമി മാത്രമേ ഉള്ളൂ അവിടെ. ഞാൻ ഉടനെ വന്നപ്പോൾ ബോഡിയൊക്കെ കൊണ്ടുപോയായിരുന്നു. പിന്നെ അവിടെ പോയി കൂടെ കരച്ചിലും വിളിയും ബഹളം അമ്മും വഴിയും ഒക്കെയാണ്. പക്ഷെ ആ കൊച്ചിന് അപ്പച്ചി എന്ന് പറയുന്നത് ഭയങ്കര ജീവനുള്ള ഒരു ഇതാണ് ആ കൊച്ചിൻ്റെ അടുത്ത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് ഇങ്ങനെ ഒരു കാര്യം നമുക്കങ്ങ് ഉൾക്കൊള്ളാം. അതെ, അവർ എന്തെങ്കിലും വഴക്ക് പറയും അങ്ങനെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടില്ല. കാരണം അവളെ അമ്മ അവിടെ ഇല്ല, അവൾ തയ്യക്കാരിയാണ്, എന്തോ തച്ച തുണി എന്തോ കൊണ്ട് കൊടുക്കാൻ പോയി എന്നാണ് പറയുന്നത്. ആദ്യം കണ്ടതാരാണ് അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ കണ്ട അവൾ അപ്പച്ചിയാണ്. കാരണം അമ്മ ഇങ്ങനെ പോയതിന് ശേഷം അപ്പച്ചിയുടെ അടുത്ത് പറഞ്ഞു ഒരു മുട്ട പൊരിച്ചു. നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ മരണം അറിഞ്ഞു പോയപ്പം പറഞ്ഞതാണ് മുട്ട പൊരിച്ച് കൊടുക്കാൻ പറഞ്ഞു. മുട്ടയും പൊരിച്ച് കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ ഡോർ, അപ്പോൾ എപ്പോഴും ആ ഡോർ അടച്ചിടും. കാരണം ഈ 1.5 വയസ്സായ കൊച്ചു പുറത്ത് ചാടുമായിട്ട് അവർ ഡോർ അടച്ചിടും. അപ്പം ജനൽ ആ പുറത്തുള്ള ജനൽ തുറന്നിട്ടിരിക്കും. കാരണം ആരെങ്കിലും വിളിക്കാനും ചെയ്യണമെങ്കിൽ ജനൽ വഴിയാണ് ഞങ്ങൾ വിളിച്ചിരുന്നാൽ ആ വഴിയാണ് വിളിയാക്കുന്നത്. അങ്ങനെ അപ്പോൾ ഈ കൊച്ചു ഇങ്ങനെ പുറത്ത് വരും എന്നുള്ളത് കൊണ്ട് ആ ഡോർ അടച്ചിട്ട് അങ്ങനെ ഇവിടെ പോയി തട്ടിയപ്പോഴത്തേക്ക് ഡോർ അടച്ചിട്ട് ഇങ്ങനെ ജനൽ വഴി വന്നപ്പോഴാണ് ഇങ്ങനെ കുഞ്ഞ് തൂങ്ങി നിൽക്കാൻ കണ്ടത്. അങ്ങനെ എല്ലാവരോടും സംസാരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു അല്ലേ? എല്ലാവരോട് ഭയങ്കര ചെല്ലത്തിൽ സംസാരിക്കുന്ന ഒരു, കാരണം അത് കുറേ നാൾ അന്വേഷണമല്ല ഇളയ കുട്ടി വന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആ കൊച്ചുകൾ.